നമസ്കാരം. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ചില ഉന്നത ഡോക്ടർമാരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് രാജ്യസുരക്ഷാ ഏജൻസിയായിട്ടുള്ള NIA നടത്തുന്ന റെയ്ഡുകളെ കുറിച്ച് ഞെട്ടിക്കുന്ന വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. രാമേശ്വരം കഫേ ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് കോയമ്പത്തൂരിൽ ചില ഉന്നതരായിട്ടുള്ള കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ചില ഡോക്ടർമാരുടെ വസതിയിൽ എത്തിച്ചിരിക്കുന്നത്. സായി നഗറിലുള്ള ജാഫർ ഇക്ബാൽ, നയീൻ സാദിഖ് തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ഡോക്ടറുടെ വീടുകളിൽ നിന്ന് റെയ്ഡ് ചെയ്ത് ഹാർഡ് ഡിസ്കും മൊബൈൽ ഫോണും ചില വിലപ്പെട്ട രേഖകളുമൊക്കെ NIA ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു എന്നും നിരവധി ആൾക്കാരെ ഇതിനകം തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കസ്റ്റഡിയിലെടുത്തു എന്നും ഒക്കെയുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കോയമ്പത്തൂർ ബോംബ് സ്ഫോടനവുമായിട്ടോ അല്ലെങ്കിൽ രാമേശ്വരത്തെ ബോംബ് സ്ഫോടനവുമായിട്ടോ കാശ്മീരിലെ ബോംബ് സ്ഫോടനവുമായിട്ടോ ബാംഗ്ലൂരിലെ വിഷയങ്ങളുമായിട്ടോ ബന്ധപ്പെട്ടൊക്കെ തന്നെ ആരെങ്കിലും ഒക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴും NIA ഉദ്യോഗസ്ഥന്മാർ രേഖകൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാകാറില്ല. കാരണം നമ്മുടെ മാധ്യമങ്ങളിലെ നിരന്തര വാർത്തകൾ ഇത്തരത്തിൽ വരുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ടൊക്കെ നമ്മൾ അങ്ങേയറ്റം പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ കോയമ്പത്തൂരിൽ നിന്ന് ഇത്തരത്തിലുള്ള റെയ്ഡ് ചെയ്ത വാർത്തകൾ പുറത്തു വരികയും ഈ രാമേശ്വരം കഫേ ബോംബ് സ്ഫോടനത്തിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുകയും ചെയ്യുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം നാം അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയുടെ സാരാംശം. എന്താണ് അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ള വസ്തുത? ഈ വിഷയങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൃത്യമായിട്ട് ജയിലിനുള്ളിൽ ചില പെറ്റി കേസുകളിലും മറ്റു ചെറിയ ചെറിയ കേസുകളിലും പെട്ട് അകത്താകുന്ന പ്രതികളെ സ്വാധീനിക്കുകയും അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുകയും ചെയ്യുവാനുള്ള ഒരു പരിശ്രമം ആസൂത്രിതമായിട്ട് നമ്മുടെ ജയിലുകളിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം. അത്തരത്തിൽ സ്വരുക്കൂട്ടുന്ന ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിൽ അകത്തു വരുന്ന പ്രതികളെയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക്, ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബോംബ് സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ബാംഗ്ലൂരില് നിരവധി സ്ഥലങ്ങളിൽ ബോംബ് സ്ഫോടനം നടത്തുവാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമങ്ങളുടെയും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ പരിശ്രമങ്ങളുടെയൊക്കെയും ആസൂത്രണത്തെ കുറിച്ചുള്ള ചർച്ചകൾ ഇതിനകം നാം മനസ്സിലാക്കിയതാണ്. ഇതിന്റെ പ്രതികൾ ആരൊക്കെയാണെന്ന് നാം തിരിച്ചറിഞ്ഞതുമാണ്. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വാർത്തയെന്ന് പറയുന്നത് ഇപ്പോ രാമേശ്വരം കഫേ ബോംബ് സ്ഫോടന കേസിലും ഇതിന്റെ ഗൂഢാലോചനയുടെ പിന്നിലെ ആളുകളെന്ന് പറയുന്നത് മലയാളികളാണ് എന്നുള്ളതാണ്. രാമേശ്വരത്ത് ഈ കഫേ ബോംബ് സ്ഫോടന കേസിന്റെ സൂത്രധാരനെ കുറിച്ച് പോലീസ്, NIA ഉദ്യോഗസ്ഥന്മാർ, രാജ്യസുരക്ഷാ ഏജൻസി അന്വേഷിച്ചെത്തിയപ്പോൾ തടിയന്നവട നസീറിനെ ഉൾപ്പെടെയുള്ള ഇസ്ലാം തീവ്രവാദ സംഘങ്ങളിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം നാം വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് കാണേണ്ട വസ്തുത തന്നെയാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് ഇവിടെ തീവ്രവാദ പരിശീലനം നടത്തി കാശ്മീരിൽ പോയി ഇന്ത്യൻ സൈന്യത്തിനെതിരെ പോലും, നമ്മുടെ ഭാരതത്തിന്റെ സൈന്യത്തിനെതിരെ പോലും യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള ഇവിടുത്തെ ഇസ്ലാം ഭീകരവാദികൾ ഇന്ന് കർണാടകയിലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചും തമിഴ്നാട് കേന്ദ്രീകരിച്ചും നാടിന്റെ നാനാഭാഗങ്ങളില് വളരെ വിദഗ്ധമായിട്ട് ഈ ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തീവ്രവാദ സ്ക്വാഡും ഒക്കെ രൂപീകരിച്ചുകൊണ്ട് ശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിത്തറവാകുന്നു എന്നുള്ളതാണ് മലയാളി വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കിക്കാണേണ്ടതായിട്ടുള്ള സാഹചര്യം.